അഭിലാഷ് ഒരു ചോദ്യം. ശേഖർ കുര്യാക്കോസ് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല. നിങ്ങളുടെ സർക്കാർ വന്നാലും അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള പൊസിഷൻസ് കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഇതാണ് മാനദണ്ഡം. മുമ്പാണെങ്കിലും ക്ലെയിം ചെയ്ത നമുക്ക് മാനദണ്ഡം അനുസരിച്ച് എത്ര ക്ലെയിം ചെയ്യാമോ അതിന്റെ മാക്സിമം ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവിടെ അത്രയും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഇത്രയും ക്ലെയിം ചെയ്യുന്നു. പക്ഷേ ക്ലെയിം ചെയ്യുന്നത് അത്രയും കിട്ടിയ ചരിത്രത്തിൽ ഇന്നുവരെ ഒരിക്കലുമില്ല. പ്രളയത്തിന്റെ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ നേരത്തെ എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു ക്ലെയിം ചെയ്തതിന്റെ 4-1 പോലും കിട്ടാറില്ല. ഈ തവണയും കിട്ടില്ല. അപ്പോൾ കിട്ടാവുന്നത് എത്രയോ അത്രയും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ കൊള്ളയടിച്ചു, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അഭിലാഷ്, എൻ്റെ ഒരു വളരെ ലളിതമായൊരു ചോദ്യം. ഞാൻ ശേഖർ കുര്യാക്കോസിനെ പോലെ പ്രൊഫഷണലൊന്നും അല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ ഭൂമിയുടെ എർത്ത് ക്ലിയറൻസിന് 15 കോടി രൂപ ചിലവായി എന്നിവർ കണക്ക് അവതരിപ്പിച്ചു. ആ കണക്കിൽ കേന്ദ്രം സ്വാഭാവികമായിട്ട് അത് 1/3 വെട്ടിക്കുറച്ച് 5 കോടിയാണ് അനുവദിച്ചത്. യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് അവിടെ 50 ലക്ഷം ചിലവായിട്ടുള്ളൂ. അപ്പം മിച്ചം വരുന്ന ഈ 4.5 കോടി രൂപ അത് എങ്ങോട്ട് പോകും? അത് ശേഖർ കുര്യാക്കോസിന്റെ വീട്ടിലേക്ക് പോകും, പിണറായി വിജയന്റെ വീട്ടിലേക്ക് പോകും? അതാണ് ചോദ്യം. അല്ല, ഇതിനകത്ത് ഇതൊന്നും ഒരു സിംഗിൾ ഫണ്ടും അല്ല, ഇതൊക്കെ ഓരോ ഹെഡുകളാണ്. അദ്ദേഹം വിശദീകരിച്ചല്ലോ. ഏത് ഹെഡിൽ പൈസ വന്നാലും ഈ നിധി ഒന്നല്ലേ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എന്ന നിധി ഒന്നല്ലേ? ആ നിധിയിൽ ബാക്കി ഉണ്ടാവും. ഒറ്റ മിനിറ്റ്. അല്ല, ഈ നിധി, ഈ ട്രഷറി എന്ന് പറയുന്നത് മൊത്തം ഒരു നിധിയാണെങ്കിൽ ഇതൊക്കെ ഓരോ വകുപ്പ് ഉപവകുപ്പിനൊക്കെ ചെലവഴിക്കാൻ പിന്നെ നിശ്ചയിച്ചതാണല്ലോ. ഈ പറഞ്ഞ തുക ഇവരെഴുതിയെടുക്കില്ല എന്ന് എന്താ അഭിലാഷിന് ഉറപ്പ്? 5 കോടി രൂപ അത് 5 കോടി ചെലവായി. അല്ല, ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചിട്ടാണ് SDRF എന്ന ഫണ്ടിന്റെ രൂപീകരണം. അപ്പൊ SDRFിൽ നിന്ന് അങ്ങനെ ഇപ്പോ ശേഖർ പറഞ്ഞതനുസരിച്ച് ഏത് ഹെഡിലുള്ള പൈസ ആയാലും ആ ഒറ്റ ഫണ്ടിലാണ് വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടിയ പൈസ ശരിക്കും അത്രയും ചെലവായിട്ടില്ല, കൂടിയ പൈസ കിട്ടിയെന്ന് വിചാരിക്കാം, നമ്മളങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അധിക പൈസ വന്നാലും ഇത് SDRFിലേക്കല്ലേ വരിക? അല്ല, ഒരു കാര്യം, അങ്ങനെ വരുന്നൊരു പണം ഈ ഗവൺമെന്റ് ഈ ആവശ്യത്തിന് ചെലവായി എന്ന് പറഞ്ഞ് അവർക്ക് എടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള പശ്ചാത്തലത്തോടെ ഒരുങ്ങുകയാണല്ലോ. ഇവരത് എടുക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഈ 450 രൂപ മേടിച്ച സർക്കാരാണിത്. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ എർത്ത് ക്ലിയറൻസിന് കേന്ദ്രം അനുവദിച്ചു എന്നത് വളരെ കൃത്യമായിട്ടുണ്ടാവുമ്പോ പിന്നെ ഇവരെടുക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇവർ 50 ലക്ഷം ആണെങ്കിൽ അതല്ലേ നേരത്തെ വിശദീകരിച്ചത്? അങ്ങനെ ഇതിനെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എവിടെ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. ഒരു വിശദീകരണവും ഇല്ല. ആക്ച്വൽസ് എന്നാണ് അവിടെ ചെലവാകുന്ന തുകയാണ്. ആ തുക കണക്കാക്കി അടിച്ചു മാറ്റാനുള്ള മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ 4/1 കേന്ദ്രം അനുവദിച്ചാലും നിങ്ങൾക്ക് 4 ഇരട്ടി ലാഭമാണ്. അതാണ് നിങ്ങളുടെ തുക. ഞങ്ങൾ എടുക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞാൽ ആര് മറുപടി പറയും? ശരി, ഓക്കെ, പറയൂ ഷാരൂൺ. ഇവിടെ അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ദുരന്ത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും എക്സ്പെർട്ട് വിശദമായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞല്ലോ എന്താണ് ആക്ച്വൽസ്. യാഥാർത്ഥ്യത്തിൽ ക്ലെയിം ചെയ്യാവുന്നതിന്റെ മാക്സിമം നോംസ് പ്രകാരം ചെയ്യാം. ഇത്ര വിശദമായി പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഇവിടെ 4 ദിവസം ശമ്പളം ശേഖർ കുര്യാക്കോസ് അതൊക്കെ നിങ്ങൾക്ക് ശേഖർ കുര്യാക്കോസ് നമുക്ക് നിങ്ങളിത് കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുന്നവരാണ് നിങ്ങൾ. ശേഖർ കുര്യാക്കോസ് അല്ലല്ല, ശരി, നൗഷാദ് അലിയുടെ അവസരം നേരത്തെ ആയിരുന്നു. ഇതുവരെ എന്തുകൊണ്ടാണ് കേരളത്തിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചില്ലല്ലോ. ശരി, ഓക്കെ, ഇതുവരെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വന്ന് പോയി 35 ദിവസം കഴിഞ്ഞിട്ട് 5 പൈസ കൊടുക്കാത്ത? സുപ്രീം കോടതിയിൽ കേസിന് പോ, ഞങ്ങളുടെ കക്ഷി ചേരാൻ കേന്ദ്രമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചോ. സുപ്രീം കോടതിയിൽ കേസിന് പോ, സുപ്രീം കോടതിയിൽ കേസിന് പോ, നമുക്ക് കക്ഷി ചേരാൻ പോകാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ചില ഞങ്ങളുടെ കൂടെ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഈ വിഷയത്തിലൊരു സമരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടുള്ള ഞങ്ങളുടെ കൂടെ നിൽക്കാം. അല്ലാതെ ഇവിടെ ഇരുന്ന് ബാജാടോപം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പറഞ്ഞ പണിയാണോ? ഹൈക്കോടതിയിൽ പോയിട്ട് എന്തിയെ? ഷാരൂൺ കുമാർ പെട്ടെന്ന് കണ്ടുപിടി, എനിക്ക് ഇടവേള എടുക്കേണ്ട സമയം. വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പോയി കെ ഫോണിനെതിരെ
കെ ഫോണിനെതിരെ വി ഡി സതീശൻ ഹൈക്കോടതി പോയി. ജല മെട്രോയ്ക്കെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഹൈക്കോടതി പോയി. AI ക്യാമറയ്ക്കെതിരെ വി ഡി സതീശൻ ഹൈക്കോടതി പോയി. എന്തേ ഹൈക്കോടതി എടുത്ത് ഓടിച്ചില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ മെറിറ്റുണ്ടായോ? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അഴിമതി ആരോപണം കഴിഞ്ഞ 8 വർഷമായി ഈ കേരളത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? 1 രൂപ പോലും കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ഒരക്ഷരം 18 എംപിമാർ വാ തുറന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിന്റെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചർ, എന്താണ് എസ്റ്റിമേറ്റ്, എന്താണ് മെമ്മോറാണ്ടം. ആദ്യം ഇതിന്റെയൊക്കെ ബാലപാഠം പഠിച്ചിട്ട് വന്ന് ചർച്ചയ്ക്കിരിക്കുക.